ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇച്ചിരി നടന്നിട്ട് വന്ന് ഞാൻ മുടിയെല്ലാം വല്ലാതിരിക്കുന്നു. ഞാൻ നടക്കാൻ പോയപ്പോഴേ ഞങ്ങൾ മേളി അവിടെ ഗാർഡനിലാണ് പോകുന്നത്. അവിടെ എല്ലാം ഞാൻ ഈ പിന്നെ ഹൗസ് ക്ലീനിങ്ങിന് വിളിക്കത്തില്ലേ, സ്നാബിറ്റും അർബനും രണ്ട് കമ്പനിയിലെയും പിള്ളേരോട് കൊണ്ട് എനിക്ക് ഒരു കൊച്ചിനെ ഞാൻ അങ്ങോട്ട് വേണ്ട എനിക്കറിയാം ഇവരെല്ലാം അവിടെ പോയി ഇരിക്കുന്നത്. അവർക്ക് ഡ്യൂട്ടി ഇടയ്ക്ക് ബ്രേക്ക് കാണുമല്ലോ, അപ്പോൾ എല്ലാം ഇതുങ്ങൾ അവിടെ പോയി ഇരിക്കുന്നത്. അവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒരു കൊച്ചിനെ എനിക്ക് മനസ്സിലായി, അവൾക്ക് എന്നെ മനസ്സിലായി, കാരണം അവർ പലരെ അല്ലേ കാണുന്നത്. അതുകൊണ്ട് ഒരാളെ എനിക്ക് അന്നേരം തിരിച്ച് ഞാൻ ഇങ്ങനെ റൗണ്ട് അടിച്ചു തന്നെ ഒരാൾ മേഡം എന്ന് വിളിക്കുന്നത്. നോക്കിയാണ് എന്തുവാ, അർബനിലെ ഒരു പെങ്കൊച്ച. ഞാൻ സ്ഥിരം 3-4 ദിവസം വിളിച്ച് അവൾ യൂണിഫോം ഇല്ലാതെ ചൂട് കാരണം അവൾ കോട്ട് ജാക്കറ്റ് ഊരി വെച്ചിട്ടിരിക്കുമായിരുന്നു. അപ്പം ഇങ്ങനെ സംസാരിച്ചോണ്ടേ ഞാൻ പറഞ്ഞു, ഇപ്പം ഞങ്ങൾ വിളിച്ചത് നിങ്ങളുടെ തന്നെ കമ്പനി, അവരുടെ തന്നെ കമ്പനിയാണ്. പുതിയ അവരുടെ ഡ്രസ്സിലും വ്യത്യാസമുണ്ട്. ഇപ്പോഴത്തെ ആൾക്കാരുടെ പർപ്പിൾ കളറാണ്. അവരെയാണ് ഞാൻ വിളിക്കുന്നത്, നിന്നെ ഞാൻ അന്വേഷിക്കുമായിരുന്നു. അന്നേരം പറഞ്ഞാൽ മേഡം എന്നെ അന്വേഷിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞു എന്നൊക്കെ. കുറേ നേരം ഞാൻ അവിടെ നിന്ന് അവരുമായിട്ട് സംസാരിച്ച്. അപ്പോൾ അപ്പുറത്തെ സ്നാപ്പിറ്റിലെ പിള്ളേർ എല്ലാവരെയും നല്ല പരിചയമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞോട്ട് വന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്നത്തെ വീഡിയോ നല്ലൊരു റെസിപ്പി ഉണ്ടായിരുന്നു. ആരും അങ്ങനെ കണ്ടില്ലെന്ന് തോന്നുന്നു. ടിഫിന് കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു റെസിപ്പി ഉണ്ടായിരുന്നു. വെറൈറ്റി ടിഫിൻ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് എഴുതിയിട്ടും ആരും അങ്ങനെ വീഡിയോ കണ്ടിട്ടില്ല. ഒന്നും നിങ്ങൾ പോയി നോക്കണേ. നല്ലൊരു റെസിപ്പിയാണ്, പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ ഇന്നത്തേതിൽ ഇന്നത്തെ വീഡിയോ കാണുക. പിന്നെ നിങ്ങൾ സമയമുള്ളപ്പം ഫേസ്ബുക്ക് ബിജി സന്തോഷ്, ഞാൻ എൻ്റെ ഐഡിയയിലും ഇടുന്നുണ്ട് പേജ് ബ്യൂട്ടിഫുൾ ലൈഫ് എന്നാണ്. അതിൻ്റെ അകത്ത് ഫോളോവേഴ്സ് തീരെ കുറവാണ്. ഇതിൻ്റെ അകത്ത് 600ഓളം ആൾക്കാർ. എൻ്റെ യൂട്യൂബിൽ നിന്ന് കാണുന്നത് മായയും മീനുവുമാണ് കാണുന്നത്. പിന്നെ വേറൊരു അത് നമ്മുടെ ഒരു കൊച്ച. പിന്നെ എനിക്ക് പരിചയമുള്ള അല്ല യൂട്യൂബിൽ നിന്ന് ആരും അങ്ങനെ കാണുന്നില്ല. സമയമുള്ള എല്ലാവർക്കും സമയത്തിൻ്റെ പ്രശ്നമല്ലേ. സമയമുള്ളപ്പം പോയി നിങ്ങളൊന്ന് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം യൂട്യൂബും ചില സമയത്ത് വ്യൂസ് ഒട്ടുമില്ല. നിങ്ങൾ കാണുന്ന അനുസരിച്ചാണ് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നതും ആഡ് വരുന്നതും എല്ലാം. ഓക്കെ. അപ്പോൾ രാവിലെ ഇന്നലെ ബിസി ആയതുകൊണ്ട് അരിയൊന്നും വെള്ളത്തിയിട്ടില്ല, ഒന്നും പ്രിപ്പറേഷൻ ചെയ്ത് വെച്ചില്ല. അപ്പം ഞാൻ പിന്നെ എല്ലാം എൻ്റെ അച്ചാർ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വെള്ളക്കടല വെള്ളത്തിയിട്ടെന്തോ രാവിലെ പൂരിയും കടല ഉണ്ടാക്കാമെന്ന് ചിന്തിച്ചു. അപ്പം രാവിലെ പിന്നെ പൂരിക്കുള്ള മാവ് എടുത്തങ്ങ് കുഴച്ച് വെക്കാം. മാവ് കുഴച്ച് വെച്ചിട്ട് പിന്നെ ചായയൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അപ്പോഴത്തേക്കിന് കുറച്ച് നേരം അതൊന്ന് ഇരിക്കുമ്പോഴേ ഒന്ന് സോഫ്റ്റായിട്ട് ഇത്തിരി കിട്ടുമല്ലേ. അപ്പോഴേ ഞാനിപ്പം വീഡിയോ എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അറിഞ്ഞത് ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടില്ലല്ലേ. ഞാനത്തെ വീഡിയോയുടെ കാര്യം ഞാൻ പറഞ്ഞേ. ഇന്നലെ ഞാൻ വീഡിയോ ഇടാഞ്ഞത് എനിക്കിന്നലെ ചിക്കൻ അച്ചാർ ഇടണമായിരുന്നു. അതിൻ്റെ തലേന്ന് മീനച്ചാർ ഓർഡറായി ഓൾറെഡി. ഇനി ഒരു ഇച്ചിരിയേ ഉള്ളു, കുറച്ചുകൂടെ ഉണ്ട്. അത് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ നമ്പർ പിൻ ചെയ്തേക്കാം, വാട്സപ്പ് ചെയ്താൽ മതിയേ. പിന്നെ ചിക്കൻ ഇന്നലെ ആയിരുന്നു. അപ്പം ചിക്കനൊക്കെ ഞാൻ ഒത്തിരി ചിക്കൻ്റെയൊക്കെ വില കിലോ. നമ്മൾ അച്ചാറിടാൻ ബോൺലെസ് അല്ലേ വാങ്ങിക്കുന്നത്, 320 ഇപ്പോൾ 400 ഒറ്റയടിക്കും. അപ്പോൾ എല്ലാവർക്കും ഇനിയും അവർ പറയുന്നത് ഇങ്ങനെ സാധനം വരുന്നില്ല, അതുകൊണ്ടൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പം നമ്മളിപ്പം ഞാൻ ലിസ്റ്റ് ഇട്ടും കൊടുത്തു കഴിഞ്ഞ് അത് കഴിഞ്ഞാണ് റേച്ച് അങ്ങനെ പറഞ്ഞ് കടയിൽ നിന്നിങ്ങനെ വിളിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞിങ്ങനെ ഇച്ചിരി കൂടുതലാണ്. എന്നാൽ പുള്ളിക്കാരൻ കുഴപ്പമില്ല, ഞാനത് എത്രയാണെന്ന് വെച്ചാൽ ഞാൻ കഴിവതും അത് വാങ്ങിക്കേണ്ട എടുക്കണം. പക്ഷേ കാരണം ഞാനെന്ന് പറയുന്നത് ചിക്കൻ എന്ന് പറയുന്നത് നമ്മൾ ചുരുക്കം ചിലരെ ചിക്കൻ വാങ്ങിക്കാറുള്ളൂ. ഇപ്പം നമുക്ക് ഒരു 1/2 കിലോ ചിക്കൻ വേണമെങ്കിൽ 1 കിലോയിലേയും നമ്മളെടുത്താലേ ഒരു 600 ഗ്രാമേലും കിട്ടത്തുള്ളൂ. അതിൽ നമുക്ക് കിട്ടുന്നത് 100-200 രൂപയായിരിക്കും എനിക്ക് കിട്ടുന്നത്. പിന്നെ ഇതുകൂടെ നമ്മൾ എടുക്കാതിരുന്ന ഇത്രയും വില ഒറ്റയടിക്ക് 80 രൂപയല്ലേ കൂടിയത്. അപ്പോൾ
അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒത്തിരി ചിന്തിച്ച് പറയണ്ട പിന്നെ ഞാൻ പറഞ്ഞപ്പം ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ ഇന്നലെ അച്ചാറെല്ലാം ഇട്ട് വന്നിവിടെ ഇരുന്ന് 11 മണി ആയി ഞാൻ വന്നിരുന്നത്. അപ്പോഴാണ് ഞാൻ വാട്സപ്പ് മെസ്സേജ് മിന്നു ഇന്നലെ 5:30 കണ്ടിട്ട മെസ്സേജാണ്. ഞാൻ അന്നേരം കാണുന്നത്. അവരെന്തൊക്കെയോ വിജയിച്ചിക്ക് മിന്നുവിൻ്റെ കാര്യമല്ല പറഞ്ഞത്. ഇപ്പോൾ ആരെങ്കിലും എനിക്ക് വാട്സപ്പ് മെസ്സേജ് ഇടുവാണെങ്കിൽ എങ്ങനെ എന്നാലും രാത്രി ഞാൻ ഒന്ന് കിടക്കാൻ വരുമ്പോൾ ഒന്ന് നോക്കും. കാരണം ഈ മൊബൈലിൽ തന്നെ 2 സിം ആയതുകൊണ്ട് മെയിൻ ആയിട്ടുള്ളതാണ് നമ്മൾ എപ്പോഴും നോക്കുന്നത്. അപ്പം മറ്റേതൊന്ന് സ്വിച്ച് അക്കൗണ്ട് ചെയ്താലേ മറ്റേതാണ്. അപ്പം അങ്ങനെ ആണ് അതിൻ്റെ അകത്ത് എനിക്ക് ബിസിനസ് നമ്പറിൽ ഇങ്ങനെ ആൾക്കാരിടുന്നത്. ഞാൻ എപ്പോഴാണെങ്കിലും മെസ്സേജ് തരും കേട്ടോ. ഇത്തിരി ബിസി ആയതുകൊണ്ടാണ്. ഇന്നലെ രാത്രിയിലാണെന്നോ ഞാൻ രാത്രിയിലാന്ന് തോന്നുന്നു 2-3 ദിവസത്തെ വീഡിയോയുടെ കമൻറ്റ് ഒത്തിരി ഒന്നും ഇല്ല. നിങ്ങൾ നിൽക്കൂ പിന്നെ ഒത്തിരി അങ്ങ് കമൻറ്റിന് റിപ്ലൈ കൊടുക്കണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ല. അപ്പോൾ ഈ 2-3 ദിവസം നമുക്ക് കുറേച്ചാണെങ്കിലും അച്ചാറൊക്കെ ഇടുന്ന സമയമാകുമ്പം അതിൻ്റേതായ സമയം അങ്ങ് പോകത്തില്ലേ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പ്രൈസിൻ്റെ കാര്യം, അവനെ ട്യൂഷൻ വിടുന്നില്ല, അവൻ്റെ കാര്യം ഒന്ന് നോക്കണം, ചോദിക്കണം, പഠിപ്പിക്കണം. പിന്നെ പിറ്റേന്നത്തേക്കുള്ള എങ്ങനെയാണെങ്കിലും ബിസിയാണ്. നമുക്ക് ഈ സമയം കിട്ടുന്നില്ല അങ്ങോട്ട്. അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ എപ്പോഴാണെങ്കിലും മെസ്സേജ് ഇടും. അപ്പോൾ അതുകൊണ്ട് അച്ചാർ വേണ്ടിയവർ കോണ്ടാക്ട് ചെയ്യുക. ചില സമയം പറഞ്ഞു വരുമ്പോൾ അങ്ങ് മറന്നുപോയി എന്തോ പറഞ്ഞുകൊണ്ടിരുന്നതെന്നുള്ളത്. ഓക്കെ, പറഞ്ഞു വന്നത് അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇടാഞ്ഞെന്നാണ് പറയാൻ വന്നത്. അതിനാണ് ഇത്രയും കിടന്ന് ഞാനങ്ങ് പറഞ്ഞത്. കാരണം 11 മണി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഞാനങ്ങ് ഒത്തിരി ക്ഷീണിച്ച്. പിന്നെ എനിക്ക് വോയിസ് ഓവറൊക്കെ കൊടുക്കണം. അല്ലാതെ ആ വീഡിയോ തന്നെ അങ്ങ് ഇടുമായിരുന്നെങ്കിൽ പോട്ടെന്ന് പറയാം. വോയിസ് ഓവർ കൊടുക്കണമെങ്കിൽ പോട്ടങ്ങ് ഇടാമായിരുന്നു. പക്ഷേ വോയിസ് ഓവറോട് കൊടുക്കാൻ എനിക്ക് ഇരുന്ന് ചെയ്യാൻ വയ്യായിരുന്നു. പിന്നെ പോയി അത് കഴിഞ്ഞാൽ കുളിക്കാനൊക്കെ പോയത്. അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇടാഞ്ഞ്. ഓക്കെ, അപ്പോൾ ചായയൊക്കെ ഇട്ടൊരു 10 മിനിറ്റ് നമ്മുടെ മാവൊന്ന് കുഴച്ച് വെച്ചിരുന്നു. എന്നിട്ട് ഇനി ഞാനൊരു 10-15 ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ട് ഒരു പാത്രത്തിൻ്റെ അടപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ പരത്തി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ പ്രൈസിന് കൊണ്ടുപോകണ്ട. പ്രൈസിന് ചില ദിവസം ഇപ്പം 10th എക്സാം നടക്കുന്നത് കൊണ്ട് ഒന്നട വിട്ടൊക്കെ അവന് ഹാഫ് ഡേ ആകുമ്പം അന്നേരം അവർ ഇവർക്ക് ബ്രേക്ക് ടൈം കൊടുക്കത്തില്ല. കഴിക്കാനുള്ള സമയം റീസസ് ടൈം ഇല്ല. കണ്ടിന്യൂസ് 9:30 വരെ എടുത്തിട്ട് അവരെ വിടുക. പക്ഷേ അവനിങ്ങ് എത്തുമ്പം 10:30 അതുകൊണ്ട് അവന് കുടിക്കാൻ കൊടുത്തതേ ഉള്ളൂ, അവൻ കഴിക്കാനും കൊണ്ടുമില്ല. പോളിന് കറിയായിട്ട് കടല ഞാൻ പറഞ്ഞിടാ പോവത്തില്ല, ഞാൻ വേറൊരു ടിഫിനിൽ തരാം, നീ ആ തൂക്കുന്ന ബാഗ് കൊണ്ടുപോടാ. അതവൻ കേൾക്കത്തില്ല. അപ്പം ഞാൻ പിന്നെ പറഞ്ഞെന്നാൽ ടൊമാറ്റോ സോസ് കൊണ്ടുപോകുന്നു. എന്നിട്ടും അതും അവൻ്റെ അത് ലീക്കായിട്ട് വന്നു. ഈ കറി എത്ര കൊണ്ടുപോകാൻ പറഞ്ഞിട്ടും അവൻ വേണ്ടെന്ന് പറഞ്ഞു നിന്നു. അപ്പോൾ ഈ പൂരി ഉണ്ടാക്കുമ്പോൾ ചില സമയത്ത് സ്റ്റാർട്ടിങ്ങിലത്തെ ഒക്കെ ഇങ്ങനെ പൊങ്ങി വരത്തില്ല, ചില സമയത്ത് നന്നായിട്ട് പൊള്ളി വരും. അപ്പം ഞാനിതൊന്ന് ഉണ്ടാക്കട്ടല്ലാമേ. അപ്പം ഞാൻ അമ്മയെ ഓർക്കും കേട്ടോ, മായയെടുത്തും ഗീതേച്ചിയെടുത്തും പറഞ്ഞ പൂരി ഉണ്ടാക്കുമ്പോഴേ. അപ്പം ഞാൻ ഇന്നാളി പറഞ്ഞില്ലേ എനിക്ക് പൂരി കറിയില്ലെങ്കിലും ഇങ്ങനെ ചായയുടെ കൂടെ കഴിക്കുന്നതിന് കുഴപ്പമില്ലെന്ന്. അങ്ങനെ പ്രസന്നയാന്ന് തോന്നുന്നു പറഞ്ഞത്. പ്രസന്ന അതുപോലെ പൂരിക്ക് കൂട്ടാനൊന്നും ഇല്ലെങ്കിലും പ്രസന്ന അതുപോലെ കഴിക്കും. എനിക്ക് രാവിലെ ദോശ ഇഡലിയൊക്കെ ഉണ്ടാക്കുന്നത് അതാണ് എളുപ്പം. അതരച്ച് വെച്ചാൽ കുഴപ്പമില്ലല്ലേ. എളുപ്പം നമുക്ക് ഇഡലി ഒഴിച്ച് ഉണ്ടാക്കി വെച്ചിട്ട് വേണം ഇപ്പുറത്ത് ദോശ ഉണ്ടാക്കാം. അങ്ങനെയൊക്കെ പെട്ടെന്ന് നമുക്ക് പറ്റും പരിപാടി. അപ്പം ഞാൻ കറി ഒന്ന് കുക്കറിലൊന്ന് വേവിച്ചായിരുന്നു. അതൊന്നിനി പാത്രത്തിലോട്ട് മാറ്റട്ടെ. വെള്ളക്കടലയ്ക്കകത്ത് ഞാനൊരു ഉരുളൻകിഴങ്ങ് കൂടെ കട്ട് ചെയ്തിട്ടായിരുന്നേ. അപ്പോൾ ആ ഉരുളൻകിഴങ്ങ് അങ്ങനെ കഴിക്കുന്നത് നല്ലതല്ല അറിയാം, എന്നാലും അതുകൂടി ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരിതാണ്. കടല ഞാനെല്ലാം കൂടെ ഒരുമിച്ച് സവാളയും മസാലപ്പൊടികളും എല്ലാം കൂടെ കുക്കറിൽ ഇട്ട് വെച്ച് ആദ്യത്തെ 2 വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ചെറിയ തീരെ അവിടെ ഇട്ടേക്കുമായിരുന്നു. ഇച്ചിരി നേരം ഇട്ടിരുന്നു. കറിയൊക്കെ നന്നായി വെന്ത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അതങ്ങനെ ചെറിയ തീരെ അങ്ങനെ ഇടുന്നത് കൊണ്ടാണ്. മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് അതിൽ ചേർത്തേ. അപ്പോൾ അപ്പച്ചനുള്ളത് കൊടുക്കട്ടെ. അപ്പോൾ രാവിലത്തെ എല്ലാം കഴിഞ്ഞു. അതിന് ശേഷം പിന്നെ എനിക്ക് കുറേ പരിപാടികളുണ്ടായിരുന്നു. ഇപ്പം നല്ല വെയിലല്ലേ. അപ്പം ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് ഇഞ്ചി
ചുക്കുണ്ടാക്കാനകത്ത് 2 ദിവസത്തെ വെയിൽ കൊണ്ടേ ഉള്ളൂ. പപ്പടം പോലെ അങ്ങ് ഉണങ്ങി കിട്ടി. തുണികളാണേലും എനിക്ക് തുണികൾ എന്നും കഴുകണം. തുണികളാണേലും അങ്ങോട്ട് ഇട്ടാൽ മതി ഉടനെ അങ്ങ്. എന്നിട്ട് ആ ചൂടോടൊന്ന് മടക്കി ഞാൻ ഉടനെ അങ്ങ് ചില സമയത്ത് ഉടനെ വെളിയിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് മടക്കി ആ ജനലിൻ്റെ അവിടെ വെച്ചിട്ടെടുത്ത് കബോർഡിലോട്ട് വെക്കും. അപ്പോൾ ആ കബോർഡ് പിന്നെ തുറക്കുമ്പം തന്നെ നല്ലൊരു ആ തുണികളും ഇല്ല ചൂട് കൊണ്ട് ഉണങ്ങിയ മണമാണ് വരുന്നത്. അപ്പോൾ ഞാൻ പിന്നെ പ്രൈസൻ അത് കഴിഞ്ഞ് ഇപ്പോഴാണ് പ്രൈസൻ വന്ന്. അപ്പോഴത്തേക്കും പ്രൈസൻ വന്നു. അവന് രാവിലെ ഒന്നും കഴിച്ചില്ലല്ലേ. അന്നേരം അവന് ചൂട് പൂരിയും കറിയും കൂടെ കൊടുക്കാമെന്ന് വെച്ച്. ഞാൻ അത്രയും നേരം രാവിലെ ആ മാവ് അതുപോലെ ഞാനങ്ങ് വെളിയിൽ വെച്ചേക്കുമായിരുന്നു. അവൻ വരുമ്പം ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും നേരം അത് ഇരുന്നത് കൊണ്ടാണ് മിക്കതും എല്ലാം ഇങ്ങനെ പൊള്ളി നന്നായിട്ട് മുക്കുമൊളിച്ച് നല്ല ഇതായിട്ട് വന്നായിരുന്നു. അത്ര നേരം അത് ഇരുന്നത് കൊണ്ടായിരിക്കാം. അപ്പോൾ അത് അപ്പോഴത്തേക്കിനും മാവാങ്ങ് ഒത്തിരി ലൂസായിരുന്നു. ഞാനൊരു ഇച്ചിരി കൂടെ പൊടി മുകളിൽ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ഒന്ന് വീണ്ടും കുഴച്ചായിരുന്നു. കാരണം അതങ്ങ് അത്രയും നേരം ഇരുന്നപ്പോഴത്തേക്കിനും അങ്ങനെ ചപ്പാത്തിക്കാണെങ്കിൽ നല്ലതായിരുന്നു, നല്ല ലൂസായിട്ട്. പൂരി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒത്തിരി ലൂസായിട്ട് മാവിരുന്നാൽ ശരിയാവത്തില്ല. ഒരു ഇച്ചിരി കട്ടിക്ക് വേണം ഇരിക്കാൻ. പ്രൈസൻ ഉണ്ടാക്കിയെങ്കിലും അന്ന് ഉച്ചയ്ക്ക് ഞാനും ഇതായിരുന്നു കഴിച്ചത്. എനിക്കും പൂരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ കറിയും ഇതുകൂടെ കൂട്ടി ഞാനും പൂരിയാണ് കഴിച്ചത്. ഞാൻ ഈ ചെയ്യുന്ന മെത്തേഡേ ബെൻസി എന്നോട് കുറേ വർഷമായി അന്ന് തൊട്ട് എന്നോട് പറഞ്ഞാൽ. ആ ബെൻസിയുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കറിയാം, വത്സമാമ, അതായത് ജോസിൻ്റെ മമ്മിയുടെ ബ്രദറിൻ്റെ വൈഫ്. അപ്പോൾ പുള്ളിക്കാരി ചെയ്യുന്ന നമ്മുടെ പഴഞ്ചോറുണ്ടെങ്കിൽ, ഫ്രിഡ്ജിൽ ഇരിക്കുന്ന ചോറുണ്ടെങ്കിൽ കഴുകി വാരി കുക്കറി ഇട്ടിട്ട് ഒരു വിസിലടിച്ചെടുക്കും. ഒട്ടും അത് അടിക്കും പിടിക്കത്തില്ല, നല്ല കറക്റ്റായിട്ട് കിട്ടുമെന്ന്. അപ്പം ഞാൻ അങ്ങനെ അത് ചെയ്തിട്ടില്ല. ഇത്രയും നാൾ ഞാൻ ഇങ്ങനെ വേറെ പാത്രത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ച് അങ്ങനെ ഊറ്റുക ചെയ്തിട്ടുള്ളത്. കാരണം അങ്ങനെ സക്സസ് ആവുമോ എന്നുള്ളൊരു പേടി, നമുക്ക് അടുക്കി പിടിക്കുമോ എന്നൊക്കെയുള്ളത്. അപ്പം ഇന്ന് ഞാനിത് ചെയ്യാൻ കാര്യം, എൻ്റെ ചോറുണ്ടല്ലോ ഇന്നലെ ഞാൻ ഇച്ചിരി വേവ് കുറച്ചാൽ പെട്ടെന്ന് വാർത്തുണ്ടെങ്കിൽ അധികം വെന്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിലൂടെ അന്നേരം കുഴപ്പമില്ല, പക്ഷേ ഫ്രിഡ്ജിൽ ഇരുന്നുകൊണ്ട് അതങ്ങ് കല്ല് പോലെ. അപ്പം ഞാൻ ചിന്തിച്ചെന്നാൽ ഇന്ന് അതുപോലെ ചെയ്യാൻ കുക്കറി ഇട്ടൊരു ഞാൻ എന്തോ ഇതെന്നോ ഞാൻ കഴുകി വരി ഇടുമല്ലായിരുന്നു. ആദ്യം വെള്ളം വാലാൻ നമ്മുടെ കിഴുത്തപാത്രത്തിൽ ഇട്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒട്ടും വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇങ്ങനെ വിസിലടിക്കാനിട്ടിരുന്നു. കുറച്ച് നേരമായിട്ട് ഇത് വിസിൽ വരുന്നില്ല. അപ്പം ഞാൻ ഒരു തട്ട് കൊടുത്തിട്ട് അങ്ങ് അതിലങ്ങ് തീ അങ്ങ് ഓഫാക്കി. എൻ്റെ പൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല, നല്ല മണി പോലെ ആ ചോറ് കിട്ടി, അടിക്കും പിടിച്ചില്ല. പക്ഷേ വിസിൽ വന്നില്ല. വിസിൽ വരേണ്ട സമയമായിട്ടും വരാതിരുന്നത് കൊണ്ട് ഞാനങ്ങ് ഓഫാക്കി ഒരു അന്താസിന് സമയം വെച്ച്. അപ്പോൾ അടിക്കും പിടിച്ചില്ല, നല്ലതായിട്ട് നമ്മളല്ലാതെ വേവിക്കുന്നതിനൊക്കെ ചോറങ്ങ് മുഴുത്ത് വന്ന് നല്ല ഒരു പ്രത്യേക ഇതായിരുന്നു കേട്ടോ. നിങ്ങളൊന്ന് നോക്കേ. ഞാനങ്ങനെ കണ്ണക്കപ്പേന്ന് ഇങ്ങനെ കുക്കറിലിട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ അടിക്ക് പിടിക്കുമോ എന്നുള്ള, ഒട്ടും അതിൻ്റെ അകത്ത് അന്നേരം വെള്ളമയം ഇല്ലല്ലേ. അപ്പോൾ ഞാനൊരു 1/2 ഗ്ലാസ് പോലും ഒഴിച്ചില്ല, ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചതേ ഉള്ളൂ. എന്നിട്ട് അടപ്പത്ത് വെച്ച് ഞാൻ പറഞ്ഞ ആ സമയമാണ് ഞാനങ്ങ് ഓഫാക്കി എടുത്തു. പിന്നെ ഞാൻ ചോറ് കാണിക്കാം. അപ്പോൾ പിന്നെ തോരൻ വെക്കാൻ ഇച്ചിരി കാബേജൊക്കെ അരിഞ്ഞെടുത്തായിരുന്നു, അതൊന്ന് തോരൻ വെക്കാമെന്ന് വെച്ച്. പിന്നെ അങ്ങനെ കറിയായിട്ടൊന്നും വെക്കണ്ടായിരുന്നു. ഇന്നലത്തെ സാമ്പാറും അതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ തേങ്ങ ഇച്ചിരി അന്ന് ഞാൻ സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിച്ച തേങ്ങ ഉണ്ടല്ലോ, എൻ്റെ പൊന്നോ, അത് നല്ല ഉൾക്കട്ടിയുള്ള തേങ്ങയായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ആ തേങ്ങയെന്ന് പറയുന്നത് അത് കരിക്ക് പോലെ ഞാനൊരു തേങ്ങ ഞാൻ പറഞ്ഞില്ലേ അധികം വിളഞ്ഞാണ്. അത് നല്ല നമ്മൾ ഈ ഉണക്കത്തേങ്ങ തിന്നുമ്പോൾ ഇല്ല ഇത്തിരി കൊന്ത് പോലെ നമ്മുടെ തൊണ്ടയ്ക്കിങ്ങനെ ആകുപോലെ അതുപോലുള്ള തേങ്ങയാണ് അത്. പക്ഷേ നല്ല എണ്ണ അതിൽ നിന്ന് വരുന്നത്. നമ്മൾ ആ ഒരു ഉണങ്ങിയ തേങ്ങ ഉണ്ടല്ലോ, അതൊക്കെ എടുത്തിട്ട് കയ്യിലങ്ങ് ഭയങ്കര എണ്ണമയമാണ്. ഒരു മുറി തേങ്ങ എടുത്താൽ നമ്മുടെ ഇവിടുത്തെ ഒരു തേങ്ങയുടെ അത്രയും തേങ്ങാപ്പീരയുണ്ട് അതിൻ്റെ അകത്ത്, ഒരു മുറിക്കകത്ത്. നല്ല ഉൾക്കട്ടിയുള്ള തേങ്ങയായിരുന്നു എന്നുള്ളതാണ്. അപ്പം എന്നാണ്ടേ ഞാനേ പോൾമോൻ വന്നുണ്ടേ അവന് ചോറ് കൊടുക്കാൻ എടുത്തതാണ്. കണ്ടോ അരി കണ്ടോ, ചോറ് കണ്ടോ, നല്ല മണിയായിട്ട് കിടക്കുന്നത്. പിന്നെ ഞാൻ വൈകിട്ടൊന്ന് നടക്കാൻ പോയിട്ട് വന്നുണ്ടേ ഞാൻ ഇവിടെ നമ്മുടെ ഈ ഫുട്പാത്തിലൊക്കെ ഇരുന്ന് ആൾക്കാരെ എല്ലാം മുനിസിപ്പാലിറ്റിക്കാർ വന്ന് എന്തോ പ്രശ്നം ഉണ്ടാക്കി ആരെയും ഇരുത്തുന്നില്ല, ഒരു ഫ്രൂട്ട്സുകാരെ പോലും ഇരുത്തുന്നില്ല. അന്നേരം ഒരു വണ്ടിക്കാരൻ കൊച്ചനുണ്ടായിരുന്നു. പിന്നെ ഞാനങ്ങ് താഴെ നിന്ന് പഴം വാങ്ങിച്ച പഴവും 40 രൂപയ്ക്ക് കിട്ടുന്ന പഴം 60 രൂപ ഡസൻ. ഒരാളുടെ കയ്യിലേ ഉള്ളൂ, അതുകൊണ്ട് അതിനെല്ലാം ഇപ്പോൾ ഡിമാൻഡാണ്. ഞാൻ 1 കിലോ പേരയ്ക്കയും വാങ്ങിച്ച 80 രൂപ പേരയ്ക്ക. പിന്നെ നമ്മുടെ എല്ലാം മസ്കുലൻ പോലുള്ള ഒരു സൈസ് ഫ്രൂട്ട്, അത് ഇത്തിരി ആ കൊച്ചൻ പറഞ്ഞത് മധുരമുള്ളതാണ്. പക്ഷേ അത് ഇവിടെ ആ ഒരു മസ്കുലിൻ്റെ ആ ഒരു അത്രയും ചുവപ്പ് ടേസ്റ്റ് ഇല്ലായിരുന്നു, പക്ഷേ മധുരം ഉണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും,
അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.